Yes, good afternoon, Ayana, Anusha. Good afternoon. Yes, Good afternoon. Good afternoon. Leah, good afternoon. Anshu Aravind, Anjali, good afternoon. Sajara, good afternoon. Archana Achu, Sinsi, Binsi, Needmod, good afternoon. Yes. Okay. Yes. Shakila, Navya, good afternoon. Yes. Okay, very good, very good. Yes. Asha, yes, good afternoon. Surya, good afternoon. Yes. Let us start. Subject പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. തെറ്റായാലും ശരിയായാലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് അങ്ങോട്ട് പറയാം. ഓക്കെ, റെഡിയല്ലേ? ആർ യു റെഡി? ഓക്കെ, സൂര്യ റെഡിയാണ്, ഫരീദ് റെഡിയാണ്. വി വിൽ ട്രൈ. ഓക്കെ, അതാണ് വേണ്ടത്. വി വിൽ ട്രൈ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ചോദ്യം സിമ്പിൾ ആയിട്ട് ചോദ്യം. ഐ വിൽ ട്രൈ. ഓക്കെ, സജിന പറയുന്നു ഐ വിൽ ട്രൈ. ഞാൻ ശ്രമിക്കാം. യെസ് യെസ്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മളുടെ ഓക്കെ ആശ, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ ഒരു കമന്റ് പറഞ്ഞു. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്നൊരു അഭിപ്രായം പറഞ്ഞു. കുറച്ച് നാളുകൾ. അപ്പൊ അത് വലിയ വിവാദമായിരുന്നു. അപ്പൊ കുറച്ച് ആളുകൾ പറഞ്ഞത് അത് കറക്റ്റാണ് പറഞ്ഞത്. അത് അത്രയും പ്രശ്നമുള്ള സംഗതിയാണ് സീരിയലുകൾ. അത് ഒരുപാട് കുടുംബങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സീരിയലുകൾ അതൊരിക്കലും അവസാനിക്കുന്നില്ല. സിനിമയാണെങ്കിൽ 2.5 മണിക്കൂർ കഴിയുമ്പോൾ അവസാനിക്കും. ഇത് 3-4 വർഷങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അത് വലിയ പ്രശ്നം തന്നെയാണ്. കുറച്ചധികം സമയനഷ്ടം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്ന് പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായം 100% കറക്റ്റാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു വിഭാഗം പറഞ്ഞു, ഈ പ്രേംകുമാർ എന്ന് പറയുന്ന നടൻ തന്നെ വന്നത് ഒരു സീരിയലിലൂടെയാണ്. യെസ്, എനിക്ക് തോന്നുന്നു കുമ്മിടകൾ എന്തോ അങ്ങനെ ഒരു സീരിയലിലൂടെ പുള്ളി വന്നതെന്ന് തോന്നുന്നു. മാത്രമല്ല, ഈ സീരിയലുകള് പ്രത്യക്ഷമായും പരോക്ഷമായും, ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി, gives employment to lot of people. ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നതാണ്. അഭിനയിക്കാൻ മാത്രമല്ല, ചിലപ്പോൾ അങ്ങോട്ട് ഫുഡ് കൊടുക്കുന്ന ആളുകളുണ്ടാവും, ചിലപ്പോ ആർട്ടിസ്റ്റിനെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്, അപ്പൊ ഡ്രൈവർ, അങ്ങനെ ഒരുപാട് തലങ്ങളിൽ gives employment to maximum people. യെസ്. പിന്നെ അടുത്തൊരു കാരണമായിട്ട് അവർ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ സിനിമയ്ക്കോ പാർക്കിലോ എവിടെയെങ്കിലും പോവാം. പക്ഷേ വീടുകളിലുള്ള അപ്പാപ്പന്മാര്, ഗ്രാൻഡ് മദേഴ്സ്, പ്രായമായ മറ്റാളുകൾ, they have no entertainment. അവർക്ക് ഒരു എന്റർടൈൻമെന്റ് കൂടിയാണ് ഈ സീരിയലുകൾ. അപ്പൊ സീരിയലുകൾ വിഷമയം അല്ല എന്നാണ് അവർ പറയുന്നത്.
പിന്നെ സീരിയലുകൾ മാത്രം ഒരു കലാസൃഷ്ടിയായിട്ട് മാത്രമേ കണ്ടാൽ മതി, അതിനപ്പുറത്തേക്ക് കാണേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾ പറയാ നിങ്ങളുടെ അഭിപ്രായം. കാരണം നിങ്ങളുടെ വീട്ടില് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ എഗ്രി വിത്ത് ദ ഒപ്പീനിയൻ ഓഫ് പ്രേംകുമാർ. എന്നിട്ട് നിങ്ങൾക്ക് ആ പ്രേംകുമാറിനെ അനുകൂലിക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഡിസഗ്രി വിത്ത് പ്രേംകുമാർസ് ഒപ്പീനിയൻ. പ്രേംകുമാറിന്റെ ഒപ്പീനിയനോട് ഞാൻ വിയോജിക്കുന്നു ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാരണങ്ങൾ പറയാം. യെസ്, നിങ്ങളുടെ പോയിന്റുകൾ മാത്രം കുറിച്ച് വെച്ചാൽ മതി. മുഴുവൻ പറയാൻ ആ പോയിന്റുകൾ മാത്രം, എന്ത് കാരണം. യെസ്, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങളുടെ വീടുകളിൽ യു ആർ ഫേസിങ് ഇറ്റ്, നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. യെസ്, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വേറെ കാര്യങ്ങൾ ഇനി തേടി പോകേണ്ട കാര്യമില്ല. ഫ്രം യുവർ എക്സ്പീരിയൻസ് യു ക്യാൻ ഷെയർ യുവർ വ്യൂസ്. നമ്മളൊരു ഡിബേറ്റ് പോലെ ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഐ പ്രസന്റ് ദ സബ്ജക്ട്. നിങ്ങൾക്ക് അനുകൂലിക്കാം, പ്രതികൂലിക്കാം. ദാറ്റ് ഇസ് യുവർ വിഷ്. പ്രേംകുമാറിനോട് യോജിക്കാം, വിയോജിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. യെസ്, ആലോചിച്ചോളൂ. എന്നിട്ട് ആരാണ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞു. ധൈര്യസമേതം വരൂ. ഇതാണ് അപർണ. ആർ യു റെഡി? യെസ്, ഐ അഗ്രി വിത്ത് പ്രേംകുമാർ ഒപ്പീനിയൻ. ഐ ഡിസഗ്രി വിത്ത് പ്രേംകുമാർസ് ഒപ്പീനിയൻ. രണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എടുത്തു വെക്കണം. അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം. യെസ്, ആ ധൈര്യം ആദ്യം കാണിക്കുന്ന ഒരാൾ വന്നില്ലല്ലോ. ധൈര്യസമേതം. യെസ്, യെസ്. സജന, ആർ യു റെഡി? യെസ് സർ. യെസ്, സജന എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യം പറയാനായിട്ട് ധൈര്യം കാണിക്കുന്ന ആളാണ് സജന. യെസ്, ഐ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. സജനയുടെ ആ മനസ്സിനെ ഞാൻ എന്ത് ചെയ്യണം, അഭിനന്ദിക്കുകയാണ്. ആദ്യം ചില ആൾക്കാരുടെ വിഷയം കൊണ്ട് കഴിയുമ്പോൾ ആദ്യ അഭിപ്രായം പറയാനെ കുറിച്ച് രാഷ്ട്രീയത്തിലുണ്ട്. വേറെ കുറെ ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്യും, മിണ്ടൂല. കുറെ പേര് പറഞ്ഞു കഴിയട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് അതിന്റെ എഫക്ട് എന്നൊക്കെ നോക്കിയിട്ട് അടിക്കാന്ന് പറയും, അല്ലേ? ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കും. യെസ്, പക്ഷെ സജിൻ അങ്ങനെയല്ല. ധൈര്യസമേതം ആദ്യമായിട്ട് സജിൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ നമുക്കറിയില്ല. അപ്പോ ലെറ്റസ് വെയിറ്റ് ഫോർ സജിനാസ് വേർഡ്സ്. സജിനയുടെ വാക്കുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ ശാന്തി. യെസ്, I strongly agreed with Prem Kumar opinion യെസ്. because Why? serials are very dramatic Dramatic, yes. and nonsense. No sense. Okay, very good. Nonsense. Okay. No moral Yes. related. No moral related Ideas. അല്ലേ? ideas. Yes. No more. Correct ആണ് പറഞ്ഞത്. No more related ideas. Okay. It is a waste of time watching serials. It is waste of time. Yes. That's it, sir.
That's all. Yes, Sajana, I appreciate Sajana for her attempt, first attempt from your side to share her views. ഇല്ലല്ലോ സജിന പോയിന്റ്സ്. പോയിന്റ്സ് മലയാളത്തിലുണ്ട്, പക്ഷെ ഇംഗ്ലീഷിലോട്ട് വന്നില്ല സാറേ. യെസ്, ഞാൻ മലയാളത്തിൽ പറയാൻ ലാസ്റ്റ് ആവട്ടെ. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പോയിന്റ്സ് നിൽക്കുക എന്നുള്ള കാര്യം സജിന പറയുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാവും. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. യെസ്, ഇത് പറ്റിയ വിഷയമാണ് സജിനക്ക് കിട്ടിയത്. അപ്പൊ അതിന്റെ പേരിൽ അതിനെ കുറിച്ച് പറയാനായിട്ട് സജിനക്ക് ഒരുപാടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ പറയുക എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞത്. ഓക്കെ സജിന, ഐ വിൽ ഗിവ് യു വൺ മോർ ചാൻസ്. യെസ്, നെക്സ്റ്റ് Shanti Raj, are you ready? Yes, sir. Yes, പറഞ്ഞോളൂ Shanti Raj. I agree with the Prem Kumar sir opinion. Yes. It's very dangerous in our life. Yes. It's a dramatic world. Yes. Seriously, most affecting my whole house. Yes. Especially mother. Relationships in the house, okay? Mostly affected in mothers and children. We are curious, very, very curious. Curiously watching in every day. Yes. Mostly serious characters are affected in the children. Aggressive characters undallo. Yes. Very most mothers are influenced character. Yes. But there is always mother-in-law and daughter-in-law conflict. Yes, sir. Yes, very good, very good, very good. Yes. Very time spoil. Yes. Time wasting. Yes. Okay, Shanti next. Shanti next. Very good, very good, very good, very good. Yes, Shanti Raj's അഭിപ്രായം പറഞ്ഞു. Sajina, she also told her opinion. Yeah. Sudisha, Kavya, അശ്വതി, നമ്മുടെ സ്ഥിരമായിട്ട് വന്ന അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്ന ആൾക്കാരൊക്കെ. യെസ്, അയന പറയുന്നു റെഡ്യൂസ് സോഷ്യൽ ഇന്ററാക്ഷൻ ബിക്കോസ് ഓഫ് സ്പെൻഡിങ് ടു മച്ച് ടൈം ബിഫോർ ടിവിസ്. യെസ്, നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ രണ്ടുപേരല്ലേ പറഞ്ഞോളൂ. നമ്മൾ സ്ഥിരം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ശ്രീകുട്ടി, ഷക്കീല, നീതുമോൾ. ഹലോ. പറഞ്ഞോളൂ നീതുമോളെ. പോയിന്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നീതുമോള്. സാർ 2 പോയിന്റ് ഉള്ളൂ, മതിയോ? Yes. I disagree with the Prem Kumar sir opinion. Yes. Set entertainment to ladies. Some Yes. serials motivate ladies. Yes. Thank you, sir. Okay. നീതുമോൾ അത്ര ഉള്ളോ? രണ്ടെണ്ണേ ഉള്ളൂ സാറേ. യെസ്, ഓക്കെ ഓക്കെ. അയന അനിൽ. Hello, sir. Good afternoon. Yes, good afternoon. Continue. Sir, I
think that serials have both merits and demerits. Yes. Oh, diplomatic. You are diplomatic. Very good. Pardon, continue. Merits that it provides entertainment and also relaxation. Yes. Provide a sense of relaxation after our household work or Yes. elder people. Merits it's hello. Yes. Pardon. It's demerits. It's over attached, or people may become over attached Over attached to serials. or Right? addition. They become addicted to serial. A time Yes. out, they are going to They serial. spend too much time to watching. Yes. പിന്നെന്താണ്? എന്താ family? That's all, sir. Very good. Very good. Okay. 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 ഇനി അടുത്തത് ആരാണ്? Good afternoon, sir. Surya. Continue. I agree with Prem Kumar sir opinion Oh, very good. Continue. because most of the serials are providing useless information about family life and dowry problems. Yes. There is no informative content in serials, Yes. and it's almost a waste of time. Yes. That's all, sir. That's all. സൂര്യ തമാശക്ക് ഞാൻ ചോദ്യം ചോദിക്കട്ടെ? Okay, sir. ഓക്കെ. സൂര്യക്ക് സീരിയലിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കും. ഞാൻ ചോദ്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. 10,000 rupees പെർ ഡേ. ചോദ്യം ഇതാണ്. Okay. എനിക്ക് അറിയാവുന്ന എൻ്റെ പരിചയത്തിലുള്ള സീരിയൽ എഴുതുന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു എപ്പിസോഡിന് ഇത്ര രൂപ വെച്ചാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്. എഴുതുന്ന ആൾക്ക് പൈസ കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ അഭിനയിക്കുന്ന ആൾക്ക് ഒരു ദിവസത്തേക്കാണ് പൈസ കൊടുക്കുന്നത്. അന്ന് അഭിനയിക്കും. അപ്പൊ ഒരു 15,000 രൂപ ഒരു ദിവസം കിട്ടും. സൂര്യക്ക് ഒരു ചാൻസ് കിട്ടി സീരിയൽ അഭിനയിക്കാൻ. ചോദ്യം ഇതാണ്, സൂര്യ ഓഫർ എടുക്കുകയോ ഇല്ലയോ? No, sir. Definitely no. Definitely no. Yes. Okay. Yes. Very good. Very good. Chandra പറയുന്നു, serious watching time, our full attention in TV, they are not conscious about it. അത് ശരിയാണ്. We cannot go to a house in 7 PM. 7 മണിക്ക് ഒരു സ്ഥലത്തോട്ട് നമ്മൾ ചെല്ലാൻ പറ്റില്ല. വേണ്ടത്ര പരിഗണന കിട്ടിയെന്ന് വരില്ല. അപ്പോ അനൂഷക്ക് എന്തോ പറയാനുണ്ട്, സീരിയസ് ആയിട്ടുള്ള കാര്യം എന്തോ പറയാനുണ്ട്. യെസ് അനൂഷ. Yes, sir. പറഞ്ഞോളൂ അനൂഷ. What is your opinion? I agree with Prem Kumar decision because I don't like serials because they are too time consuming. Yes. Serials often repeated the same stories, which makes Yes. them boring for me. Yes. I feel serials affect my mood negatively because of too much tension and fights. Yes. ഇത്രയേ ഉള്ളൂ സർ. വെരി ഗുഡ്. ഓക്കെ അനൂഷ, അച്ചടി ഭാഷയിൽ വ്യക്തമായിട്ട് പറഞ്ഞു. ഓക്കെ. സജന പോയിന്റുകളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഐ വിൽ ഗിവ് യു വൺ മോർ ചാൻസ്. ഓക്കെ. യെസ്. ഇനി ആർക്കാണ്? നേരത്തെ ധൈര്യം കാണിച്ച ആളുകളൊക്കെ കുറച്ച് പിന്നോട്ട് പോയോ? ഒരു വെറൈറ്റി ആയിട്ടൊരു കാരണം പറയാൻ പറ്റില്ല. കോമൺ ആയിട്ടുള്ള കൂടെ എന്തെങ്കിലും വെറൈറ്റി, സംതിങ് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്നതാണ് കാരണം, ഐ എഗ്രി അല്ലെങ്കിൽ ഡിസ്എഗ്രി എന്നുള്ളത് സംതിങ്. യെസ്. ഓക്കെ. ക്ഷമിക്കണേ. അതൊക്കെ എന്നെ ക്ഷമിച്ചു. I agree with Prem Kumar's opinion
because the Yes. serial was addicted to all peoples. Serials are Yes. episode-wise, so increase the curiosity of addicted person. Yes. Hmm. So anytime, any day, anywhere, watching all the episodes, watching addicted persons. That Yes. this time, no more family responsibility in our life. Yes. Hello, sir. Okay, okay. The responsibility of the family, that is reduced. Okay, Needu? Very good, very good, very good. I think clear observation. Yes, okay. Niyarana. Ashwadi Vigash. Yes. Ayananil. Kavya. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ത് പറ്റി? നിങ്ങളെ പിന്നോട്ട് പോലെ. Yes. What is your opinion about that? Yes. ഇനി ആരെങ്കിലും? Anybody? Bindu Satyan? Anjali? Yes. അപ്പൊ ഞാൻ അവസാനിപ്പിക്കട്ടെ? Sir, I'm ready. Yes, Ashwadi വന്നിട്ടുണ്ട്. Ashwadi. Yes. Okay. Continue. It's like advantages and disadvantages. Like also Yes. advantages. TV serials offered a wide range of entertainment. Yes. Serials can keep viewers informed about current events, social issues, Yes. etc. Yes. Disadvantages. It's a long viewing can contribute to eye strain Yes. and increase the risk of obesity and other health problems. Yes. The serials may contain inappropriate content, including violence, inappropriate language, or negative information, which can negatively impact viewers, especially children. Yes. That's all, sir. Very good, very good. Okay, 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 okay. Very good, very good. Okay, Shri. Yes. സജന സജനക്ക് പറയാനുള്ളത് ബാക്കി പറഞ്ഞോളൂ. യെസ്. ഇനി ആരാണ്? ഫരീദ. ഫരീദക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമല്ലോ. യെസ്. ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞ ആളല്ലേ? യെസ്. പറഞ്ഞോളൂ സജന. Sir, യെസ്. uh, I I I agreed with Prem Kumar sir. I already told that Yes. opinion. It is very repeated stories in all the channels. Yes. Dowry problems, mother-in-law problems, Yes. husband and wife problems, always Yes. problems. Yes. And it is very negative impact of viewers. Yes. And it is very time consuming. Yes. When we arrived at the home, people's watching the television, they don't mind. Yes. Okay. All peoples get very anxious and they like ഇങ്ങനെ വായം പിടിച്ചു നോക്കിയിരിക്കും ടിവിയില്. ഓക്കെ സജന, സജനക്ക് പറയാനുള്ള മലയാളത്തിൽ പറഞ്ഞു. ഓക്കെ, സജനയുടെ ഉള്ളിൽ കിടന്ന് തിങ്ങുകയാണ്. Yes, പറഞ്ഞോളൂ. അല്ല, ഞങ്ങളുടെ വീട്ടിലെ എന്റെ ആ ഭർത്താവിന്റെ അച്ഛനെ എപ്പോഴും സീരിയൽ കണ്ടോണ്ടിരിക്കും.
എന്നാ ടിവിയുടെ അടുത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. നമ്മള് വിചാരിക്കും അതിന്റെ ഉള്ളിലോട്ട് പോകുന്ന വിചാരിക്കും. ഓക്കെ ആയ പറഞ്ഞോളൂ. ഓക്കെ സജന പറഞ്ഞോളൂ. Yes. അപ്പൊ ഞാൻ അച്ഛനോട് എപ്പോഴും പറയും, അച്ഛ സീരിയല് കണ്ടോ, പക്ഷെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിരുന്നോ, ഐ പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ നമ്മള് വീട്ടിലെ കാര്യങ്ങളെക്കാളും ടെൻഷനാണ് പുള്ളിക്ക് സീരിയലിന്റെ കാര്യം ആലോചിച്ചിട്ട്. Yes. അപ്പൊ നമ്മ ഇതൊക്കെ അനുഭവിക്കണായതുകൊണ്ടേ ഐ Yes. സ്ട്രോങ്ലി agreed Yes. with Okay. Premkumar's opinion. Okay. എനിക്ക് തോന്നിയത് സജന, you are experiencing in your life, in your home. Yes. Okay. Yes. That's it, sir. Okay, very good. ഇനി ആർക്കാണ് പറയാനുള്ളത്? നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞില്ല. കുറച്ചുപേര് വന്നു, അവർക്ക് അഭിനന്ദനം. ഇനി മലയാളത്തിൽ ഇങ്ങനെ തിങ്ങി നിൽപ്പുണ്ടോ വേറെ ഐഡിയ? യെസ്, ഭാവിയില് സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ളതുകൊണ്ട് സീരിയലും കുറ്റം പറയുന്നില്ല അല്ലെ? യെസ്. ഓക്കെ. വെരി ഗുഡ്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു കാലിബർ അറിയാനും അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാനും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ നിങ്ങൾ മനോഹരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ പറയാം. യെസ്, വെരി ഗുഡ്. യെസ്. അപ്പൊ നമ്മൾ ടെൻസുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ അതിന്റെ മറുപടി പറയാം. ആദ്യം ഉത്തരം പറയുന്ന 3 പേരെ നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പൊ ടൈപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വിജയി കണ്ടുപിടിക്കാൻ പറ്റില്ല. യെസ്, സിമ്പിൾ വാചകങ്ങൾ. ഞാൻ വന്ന അന്ന് നമ്മളോട് പറഞ്ഞതാണ് എല്ലാ ദിവസവും ഒരു പുതിയ വാക്ക് വെച്ച് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞതാണ്. യെസ്, അതിന്റെ ഒരു ടെസ്റ്റാന്ന് വിചാരിച്ചാൽ മതി. ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എഫിൽ ആരംഭിക്കും. എസ്. ചോദ്യം ഇതാണ്: ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. കാവ്യക്ക് മുമ്പാരായിരുന്നു? കറക്റ്റ് ആണ്, ഫെയിലിയർ ആണ്. യെസ്, കാവ്യക്ക് മുന്നേ പറഞ്ഞതായിരുന്നു. യെസ്, ഇതെല്ലാരും കൂടി വന്നു കഴിഞ്ഞപ്പോ കറക്റ്റ് കിട്ടിയില്ല. യെസ്, കാവ്യയുടെ പോയിന്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. യെസ്. ഓക്കെ സജന. അടുത്ത ചോദ്യം ഇതാണ്: കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട് എന്നർത്ഥം വരുന്ന എഫിൽ തുടങ്ങുന്ന ഒരു വേർഡ്. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. ഫ്രണ്ട്ലി അല്ല, ഒന്നുകൂടി ഷെറിന, ഒന്നുകൂടി വേറെ വാക്കുണ്ട്. ഫെയ്ത്ത്ഫുൾ അല്ല സിബി, ഒന്നും കൂടി ഉണ്ട്. ഫെയ്ത്ത്ഫുൾ അല്ല സജന, അത് വിശ്വാസയോഗ്യമായ എന്നാണ്. വേറൊരു വാക്ക്. അപർണ. യെസ്, അപർണ മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അപർണ പറഞ്ഞ ശരി. അപർണ ആൻഡ് അർച്ചന സജന. അപർണ, അർച്ചന, സജന. കറക്റ്റ് ആൻസർ ആണ്. ആൻസർ ഈസ് ഫേവർ, അനുകൂലമായ. അടുത്ത ഭയങ്കര സിമ്പിൾ ആണ്, ഞാൻ ചോദിച്ചേക്കാം. അനദർ വേർഡ് ഫോർ മൂവി. നീതുവിന് മുമ്പാരായിരുന്നു? ഓക്കെ. ഷെറിൻ അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഫിലിമാണ്.
Okay. ശരി. Next question. A male parrot. A male parrot. A male parrot. Sherin, Anusha, Ashur. Sherin, Anusha, Ashuri. Male parent is father. Next question. Okay. Opposite of real. Opposite of real. സുധീഷ, പിന്നെ ഷിബിക്ക് മുമ്പായിരുന്നു സുധീഷ, ഷിബി, എസ്. ഫേക്കാണ്, കറക്റ്റ് ആൻസർ ആണ്. രണ്ടുപേരുടെ പേര് കിട്ടിയിട്ടുള്ളൂ. അതിന് മുമ്പ് ഒരാളും കൂടി ഉണ്ടായിരുന്നു, അത് കിട്ടിയില്ല. യെസ്. ആരാണ്? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്ന വേർഡിന്റെ അതേ അർത്ഥമുള്ള വേറെ വേർഡ് പറയാം. എഫ് തുടങ്ങുന്നത്. വെരി ഹംഗ്രി. വെരി ഹംഗ്രി. വെരി ഹംഗ്രി. ഫാസ്റ്റിംഗ് അല്ല. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക എന്നാണ്. വെരി ഹംഗ്രി. സ്റ്റാർവിംഗ് അല്ല. സ്റ്റാർവിംഗ് വരില്ല, കാരണം സ്റ്റാർവിംഗ് വരുമ്പോ എസ് വരും. എഫിൽ തുടങ്ങണം. വെരി ഹംഗ്രി. വളരെ വിശപ്പുള്ള എന്ന അർത്ഥം വരുന്ന എഫിൽ തുടങ്ങുന്ന ഒരു വേർഡ്. കാവ്യ, കറക്റ്റ് ആൻസർ. കാവ്യ, അനൂഷ, അർച്ചന. കാവ്യ, അനൂഷ ഇത് വന്നിട്ടുണ്ട്. അർച്ചനയും ഉണ്ടായിരുന്നില്ല. അർച്ചന കറക്റ്റ് ആൻസർ ആണ്. ഫാമിഷ് ആണ്. FAMISHD. ഫാമിഷ്ഡ്. ഓക്കെ. അടുത്തതും ഒരു മീനിങ് ആണ് പറയുന്നത്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയാം. മീനിങ് ഇതാണ്. നോൺ, KNOWN. നോൺ ടു മെനി പീപ്പിൾ. നോൺ ടു മെനി പീപ്പിൾ. ഷെറിൻ, ഹാസിൻ, കാവ്യ. ഷെറിൻ കഴിഞ്ഞിട്ട് പിന്നെ ആരായിരുന്നു? ഷെറിൻ, ഷെറിനും കാവ്യക്ക് ഇടയിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നില്ലേ? യെസ്. ഓക്കെ. ഫേമസ് ആണ്. ഫേമസ്. ഓക്കെ. കറക്റ്റ് ആൻസർ ആണ്. ഫേമസ് ആണ്. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. എ യങ് ഡീർ. മാൻ. മാനിന്റെ കുഞ്ഞിനെ പറയുന്ന പേര് യങ് ഡീർ. കിഡല്ല. 5 K ലെഫ്റ്റിൽ വരും. എഫ്. ഫാബൽ. ഓക്കെ. സുധീഷ, അനൂഷ, ഫരീദ. സുധീഷ, അനൂഷ ആൻഡ് ഫരീദ. ഫൺ ആണ്. FAWN. ഫൺ. യെസ്. അടുത്തത്. എ മാർക്ക് മെയ്ഡ് ബൈ എ ഫിംഗർ. എ മാർക്ക് മെയ്ഡ് ബൈ എ ഫിംഗർ. ഷെറിൻ, സുധീഷ, ഫരീദ. ഷെറിൻ, സുധീഷ ആൻഡ് ഫരീദ. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഫിംഗർ പ്രിന്റ്. യെസ്. കറക്റ്റ് ആൻസർ. യെസ്. വെരി ഗുഡ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ദ നെയിം ഓഫ് യങ് വൺസ് ആണ്. അതായത് ഞാൻ ഓരോ ജീവികളുടെ പേര് പറയുന്നു, അതിന്റെ കുഞ്ഞുങ്ങളെ പറയുന്ന പേരെന്താണെന്ന് നിങ്ങൾ പറയണം. അതിന്റെ കുട്ടികളെ പറയുന്ന പേര്. യെസ്. ചോദ്യം ഇതാണ്. ദ യങ് വൺസ് ഓഫ് ഡോഗ്.
Ashwini, Sudisha, Sajana. Ashwini, Sudisha, and Sajana. Yes, the answer is Farida. Okay. Yes. ഞാൻ പറയുന്ന വ്യത്യാസം പറഞ്ഞോളൂ. യെസ്. അടുത്തത്. അതിന്റെയൊക്കെ മുമ്പ് എന്റെ പേരുണ്ട് സാർ. യെസ്. ഓക്കെ. സൂര്യ. യെസ്. ഇതേ ഇവിടെ നിൽക്കുന്നില്ല. ഷിബി ഉണ്ടായിരുന്നു. ഷിബിയുടെ ഞാനൊരു കണ്ടം പോലെ തോന്നി. ഷിബി നേരത്തെ വന്നിട്ടില്ലേ? ഷിബി വന്നിട്ടുണ്ട്. യെസ്. ഓക്കെ. യെസ്. ഇതൊരു മത്സരമായിട്ടൊന്നും നിൽക്കണ്ട. ഞാനാണ് സാർ പറഞ്ഞത്. യെസ്. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു 3 പേരെ എടുത്തിട്ട് ആ 3 പേരോട് ചോദിക്കാം. അവര് പറഞ്ഞില്ലെങ്കിൽ മാത്രം കോമൺ ആയിട്ട് അടുത്ത ടീമിന് കൊടുക്കും. യെസ്. അപ്പൊ എല്ലാവർക്കും ചാൻസ് കിട്ടിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്തത്. ചോദ്യം ഇതാണ്: ദ യങ് വൺസ് ഓഫ് ടൈഗർ. ദ യങ് വൺസ് ഓഫ് ടൈഗർ. ഫരീദ, സുദിഷ, അനുഷ. ഫരീദ, സുദിഷ ആൻഡ് അനുഷ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് കബ്. കബ് എന്നാണ് അതിന്റെ പേര്. അടുത്തത് ദ യങ് വൺസ് ഓഫ് കങ്കാരു. ദ യങ് വൺസ് ഓഫ് കങ്കാരു. കാവ്യ, ഫരീദ, കാവ്യ, അശു, കാവ്യ, അർച്ചന, യെസ്. ഷിബി. യെസ്, കാവ്യ, അർച്ചന നേരത്തെ വന്നിട്ടില്ലേ? അർച്ചന ആൻഡ് ഷിബി. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ജോയ്, JOEY എന്നാണ്. JOEY. യെസ്. അടുത്തത് ദ യങ് വൺസ് ഓഫ് റാബിറ്റ്. ദ യങ് വൺസ് ഓഫ് റാബിറ്റ്. കാവ്യ, അനുഷ, അശ്വതി. കാവ്യ, അനുഷ, അശ്വതി. യെസ്, അശ്വതി. യെസ്, ഓക്കെ, അശ്വതി. യെസ്. ബണ്ണി എന്നാണ്. BUNNY, ബണ്ണി. യെസ്. അടുത്തത് ദ യങ് വൺസ് ഓഫ് ഡക്ക്. DUCK, ഡക്ക്. സജന, സുദിഷ, കാവ്യ. സജന, സുദിഷ ആൻഡ് കാവ്യ. കറക്റ്റ് ആൻസർ ആണ്. ഡക്ക് എന്നുള്ളതിൻ്റെ ഡക്ലിംഗ് ആണ്. ഡക്ലിംഗ്. അടുത്തത് ദ യങ് വൺസ് ഓഫ് പിഗ്. PIG, പിഗ്. സുദിഷ, അനുഷ, ആൻഡ് അനുഷ. ഒരാളും കൂടി ഉണ്ടായിരുന്നു, അയാളെ കിട്ടിയില്ല. യെസ്, പിഗ്ലെറ്റ്. ശരിയാണ്. ദ ആൻസർ ഈസ് പിഗ്ലെറ്റ്. യെസ്. അടുത്തത് ദ യങ് വൺസ് ഓഫ് ഗോട്ട്. GOAT, ഗോട്ട്. യങ് വൺസ് ഓഫ് ഗോട്ട്. അയന, ഷെറിൻ. ഇവർ രണ്ടുപേരും മുമ്പ് ഒരാളും കൂടി ഉണ്ടായിരുന്നു. അയന അയന, ഷെറിൻ ആൻഡ് കാവ്യ. യെസ്. ഓക്കെ. യെസ്, കിഡ് ആണ് എന്റെ കറക്റ്റ് ആൻസർ. യെസ്. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നതിൽ നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ H എന്ന് വെച്ച് ആരംഭിക്കും. H ആയിരിക്കും നിങ്ങളുടെ ചോദ്യത്തിന്റെ ഫസ്റ്റ് ലെറ്റർ. H വെച്ച് ആരംഭിക്കും. ഓക്കെ. യുവർ ആൻസർ സ്റ്റാർട്ട് ഫ്രം ദ ലെറ്റർ H. The first question is this:
ഓപ്പോസിറ്റ് യെസ് പേര് പറഞ്ഞോളൂ. ആരുടെയൊക്കെയാണ് പോയിന്റ് ഇല്ലാണ്ട് പോയെ? ആ ഓക്കെ 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 യെസ് അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ്, GUEST, ഗസ്റ്റ്. സുധീഷ, ഷിബി, സുധീഷയും ഷിബിയെയും കിട്ടി. പിന്നെ അതിന്റെ അടിയിൽ വന്ന ആളെ കിട്ടിയില്ല. സുധീഷ ആൻഡ് ഷിബി. ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. യെസ്, അനൂഷ. യെസ്, അനൂഷ. ഓക്കെ, കറക്റ്റ്. അടുത്തത് the study of cultivating gardens. The study of cultivating gardens. Kavya, Surya. Kavya, Ayana and Surya. Yes, correct ആണ്. ഹോർട്ടികൾച്ചർ ആണ്. ഹോർട്ടികൾച്ചർ, ആ പേര് ഹോർട്ടികൾച്ചർ. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. How does Santa means Santa Claus. How does Santa laugh? How does Santa laugh? How does Santa means Santa Claus laugh? ഫരീദ കിട്ടി. കാവ്യ, അനൂഷ. ഫരീദ, കാവ്യ ആൻഡ് അനൂഷ. അതിന്റെ ഒരു പ്രത്യേക പേര്, ഒരു ഇതുണ്ട് അതില്. ഹോ 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 ആണ്. HO ഹോ ഹോ ഹോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. A four-legged, four എന്ന് പറഞ്ഞാൽ 4, four-legged animal used for riding. ഫരീദ, കാവ്യ. യെസ്, ഫരീദയും കാവ്യയും കിട്ടിയിട്ടുണ്ട്. ഫരീദ ആൻഡ് കാവ്യ. യെസ്, ഷെറിൻ. യെസ്, ഓക്കെ 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 ഓക്കെ. The answer is horse. അടുത്തത്. A period of 60 minutes is called dash. കാവ്യ, അഞ്ജു, ബിൻസി. കാവ്യ, അഞ്ജു നേരത്തെ വന്നതല്ലേ? ഫസ്റ്റ് ഞാൻ പറഞ്ഞു സാർ, അതിന് മുമ്പ് ഞാനും പറഞ്ഞിട്ടുണ്ട്. യെസ് 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 യെസ്. നിക്ക് അഞ്ജുവിന്റെ നേരത്തെ ഇല്ലല്ലേ? അഞ്ജു, പിന്നെ ബിൻസി. ഓക്കെ, പിന്നെ ആരാണ് വന്നത്? സൂര്യ വന്നു. പിന്നെ സൂര്യ. യെസ്, ഓക്കെ. അടുത്ത പ്രാവശ്യം നമുക്ക് ഈ സിസ്റ്റം മാറ്റിയിട്ട് വേറൊരു മോഡലാക്കാം. ഓക്കെ, അപ്പോ തെറ്റുപറ്റില്ല. യെസ്, നിങ്ങളെല്ലാവരുടെ ആൻസർ വരുമ്പോഴേ ഈ ഇവിടെ വരുന്ന ഇടിച്ചിടിച്ച് നിൽക്കണം. യെസ്. അടുത്തത്. A sweetie food made by bees. ബിന്ദു, സുധീഷ, അർച്ചന. ബിന്ദു, സുധീഷ ആൻഡ് അർച്ചന. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ദാറ്റ് ആൻസർ ഈസ് ഹണി. യെസ്. അടുത്തത്.
Another word for being truthful. Another word for being truthful. Sudisha, Kavya, Sharon. Sudisha, Kavya, Sharon. Yes, correct answer. The answer is honest. 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 അടുത്തത് a tube, TUBE. A tube used to water something. A tube used to water something. Farida, Sajana. Faridayum Sajanayum കിട്ടിയിട്ടുണ്ട് കേട്ടോ. Farida and Sajana. Yes. Okay. The answer is hose. HOAC. Hose. അടുത്ത ചോദ്യം ഇതാണ്. A tool, TOOL, a tool used to catch fish. A tool used to catch fish. Ayana, Kavya, Ashwini. Ayana, Kavya, and Ashwini. Yes. Answer correct ആണ്. Hook ആണ് എൻ്റെ ആൻസർ. Hook. അടുത്തതായി പറയുന്നു നോക്കട്ടെ കേട്ടാ. ചോദ്യം ഇത്തിരി വലുതാണ്. A vehicle that travels over the surface of land and water, over the surface of land and water, supported by current of air sent downwards. Helicopter അല്ല. A vehicle that travels on the surface of land and water. Land and water. Hot air balloon അല്ല സുധീഷ. അങ്ങനൊരു സംഗതി ഉണ്ട്. യെസ്, അതിനാ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എ വെഹിക്കിൾ കവിയർ. യെസ്. അപ്പോ ആ ബുദ്ധിമുട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാണ് കാവ്യ ആണ് ആദ്യം പറഞ്ഞ. അശ്വതി. യെസ്, വെരി ഗുഡ്. അനുഷ. യെസ്, അനുഷ കറക്റ്റ് ആണ്. യെസ്, ഹോവർ ക്രാഫ്റ്റ് ആണ് വാഹനത്തിന്റെ പേര്. ഏതാണ്ട് നീളമുള്ള ഒരു ബോട്ടിന്റെ ആകൃതിയാണ്. അത് വെള്ളത്തിൽ സഞ്ചരിക്കും, കരയിൽ സഞ്ചരിക്കും. യെസ്. അടുത്തത് അനദർ വേർഡ് ഫോർ ബറോ. BURROW. അനദർ വേർഡ് ഫോർ ബറോ. Another word for burrow. Receive അല്ല, BURROW. അതേ അർത്ഥം പറഞ്ഞ വേറൊരു വാക്ക്. H തുടങ്ങണം. H. അനുഷ, അയന, അശ്വതി. അനുഷ, അയന and Ashwini. Yes, correct. Correct ആണ്. ഇനി അതിൻ്റെ അകത്തുള്ള ലാസ്റ്റ് ചോദ്യം ചോദിക്കുകയാണ്. A game in which the players use curved stick. Sudisha, Sajana. സജനയും കിട്ടിയത് കേട്ടോ. സുധീഷ ആൻഡ് സജന. യെസ്, വെരി ഗുഡ്.
ഒന്ന് രണ്ട് പേരുടെ മാർക്കൊക്കെ ചിലപ്പോൾ രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടാവും. നിങ്ങളത് വിഷമിക്കേണ്ട കാര്യമില്ല. യെസ്, എങ്കിലും നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു എന്ന് പറയാനായിട്ട് പറയാം. യെസ്, ബിന്ദു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഞ്ജു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിൻസി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൂര്യ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കാവ്യ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നീതു 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപർണ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അർച്ചന 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷിബി 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അയന 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അശ്വതിക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സജനയ്ക്കും 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഷെറിന് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫരീദയ്ക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. ഇനി അനൂഷയ്ക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അനൂഷയ്ക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഇനി കാവ്യക്ക് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സുധീഷയ്ക്കും 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, പിന്നെ ചിലപ്പോൾ ഒരു പോയിന്റ് ഒക്കെ അങ്ങനെ കണക്ക് മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഇതൊരു മത്സരമല്ല. ഇത് നിങ്ങളുടെ പെട്ടെന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാനും ആ വാക്കുകൾക്കൊക്കെ നിങ്ങൾക്കുമായിട്ട് വല്ല പരിചയമുണ്ടെന്ന് അറിയാനും വേണ്ടി ചോദിച്ചതാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടെൻസുമായിട്ട് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.